നമസ്കാരം. ഗ്ലോബൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഈ വർഷം തെരഞ്ഞെടുപ്പുകളുടെ വർഷമാണ്. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ 7 ഘട്ടങ്ങളായി നടത്തി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനിടെ അടുത്ത തെരഞ്ഞെടുപ്പിന് സമയമാവുന്നതിന് മുമ്പ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറാൻ എന്നിവിടങ്ങളിൽ അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. ബ്രിട്ടനിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ലേബർ പാർട്ടിക്കുണ്ടായ ഉജ്ജ്വല മുന്നേറ്റമാണ് ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ഋഷി സുനക്കിനെ അടുത്ത വർഷം നടക്കേണ്ട തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ പ്രേരിപ്പിച്ചത്. സ്ഥിതി കൂടുതൽ മോശമാവുന്നതിന് മുമ്പ് തന്റെ യാഥാസ്ഥിതിക കക്ഷിക്ക് വീണ്ടും വരാൻ സാധിച്ചാലോ എന്ന പ്രതീക്ഷയിലാണ് ജൂലൈ 4-ന് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത്. അതനുസരിച്ച് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ലോകം കാത്തിരിക്കുകയാണ്. ഇറാനിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിമാനാപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടായിരുന്ന 4 പേരിൽ മുന്നിലെത്തിയ 2 പേരിൽ നിന്ന് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ നാളെ 2ാം വട്ട പോളിംഗ് നടക്കും. 1ാം വട്ടത്തിൽ മിതവാദിയായ മസൂദ് പെസഷ്കിയാനാണ് മുന്നിലെത്തിയതെങ്കിലും യാഥാസ്ഥിതിക പക്ഷത്ത് ഒരു സ്ഥാനാർത്ഥി മാത്രമായതിനാൽ 2ാം വട്ടത്തിൽ അദ്ദേഹം വിജയിക്കണമെന്നില്ല. ജൂൺ 9-ന് യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിൽ നവനാസികളുടെ തീവ്ര വലതുപക്ഷം ഒന്നാമതെത്തിയ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച 1ാം വട്ട പോളിംഗ് നടന്ന അവിടെ തീർപ്പാവാതിരുന്ന സീറ്റുകളിലേക്ക് വരുന്ന ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. എന്നാൽ ലോകം മുഴുവൻ ഒരേ താല്പര്യത്തോടെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് അമേരിക്കയിലാണ്. അവിടെ തെരഞ്ഞെടുപ്പ് 1.5 വർഷത്തോളം നീളുന്ന വലിയ കച്ചവട പരിപാടി കൂടിയാണ്. അതിനാൽ പ്രചണ്ഡമായ പ്രചാരണത്തിലൂടെ ലോകത്തിന്റെ ആകെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കാൻ 2 പ്രധാന പാർട്ടികളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിനും അവരുടെ സാമ്പത്തിക സ്രോതസ്സായ കോർപ്പറേറ്റുകൾക്കും പ്രത്യേക താല്പര്യമുണ്ട്. എന്നാൽ ഒരു അപൂർവ സവിശേഷത കൂടി ഇത്തവണ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുണ്ട്. കാര്യങ്ങൾ ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ ഒരു മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റും തമ്മിലായിരിക്കും മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ 130 വർഷം മുമ്പാണ് ഇത്തരമൊരു മത്സരം ഉണ്ടായത്. 1892 നടന്ന ആ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ മുൻ പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലൻഡാണ് റിപ്പബ്ലിക്കൻ നേതാവായ പ്രസിഡന്റ് ബെഞ്ചമിൻ ഹാരിസനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ തിരിച്ചെത്തിയത്. പല സംസ്ഥാനങ്ങളിലും വെള്ളക്കാരായ പുരുഷന്മാർക്ക് മാത്രം വോട്ടവകാശമുണ്ടായിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ 55 ലക്ഷത്തിലധികം വോട്ട് ക്ലീവ്ലാൻഡ് നേടിയപ്പോൾ 52 ലക്ഷത്തിനടുത്തായിരുന്നു ഹാരിസണ് കിട്ടിയത്. വിപ്ലവാനന്തര റഷ്യയിൽ സ്ത്രീ മന്ത്രി വരെ ആയതിനു ശേഷം 1920-ലാണ് അമേരിക്കയിൽ വെള്ളക്കാരായ സ്ത്രീകൾക്കെങ്കിലും പൂർണ്ണമായും വോട്ടവകാശം കിട്ടിയതെന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കാം. കറുത്തവർക്ക് വോട്ടവകാശം കിട്ടാൻ പിന്നെയും അരനൂറ്റാണ്ടോളം വേണ്ടി വന്നു. ഏറ്റവും വൃദ്ധരായ 2 നേതാക്കൾ തമ്മിലാണ് ഇത്തവണ വെള്ളക്കൊട്ടാരത്തിലേക്ക് മത്സരം എന്നതാണ് മറ്റൊരു സവിശേഷത. പ്രസിഡന്റ് ജോ ബൈഡൻ വിജയിച്ചാൽ അടുത്ത ജനുവരി 20-ന് പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ 82 വയസ്സുണ്ടാകും. ഡൊണാൾഡ് ട്രംപാണ് വിജയിക്കുന്നതെങ്കിൽ 78 വയസ്സുണ്ടാകും. കഴിഞ്ഞ മാസമായിരുന്നു ട്രംപിന്റെ ജന്മദിനം. ഹോളിവുഡിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തി അമേരിക്കയുടെ 40ാം പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ 35 വർഷം മുമ്പ് സ്ഥാനമൊഴിയുമ്പോൾ 77 വയസ്സായിരുന്നു. 2021-ൽ അധികാരമേൽക്കുമ്പോൾ തന്നെ ബൈഡൻ ആ റെക്കോർഡ് മറികടന്നിരുന്നു. ഇത്തവണ ട്രംപ് വിജയിക്കുകയും കാലാവധി പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്താൽ ഏറ്റവും വയസ്സനായി അധികാരമൊഴിയുന്ന US പ്രസിഡന്റ് അദ്ദേഹമാവും. പ്രായം ഇപ്പോൾ തന്നെ ബൈഡനെയും ട്രംപിനെയും അലട്ടുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ആദ്യ സംവാദത്തിൽ പതിവ് ശൈലിയിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ അനുയായികളുടെ കയ്യടി നേടിയ ട്രംപിന് മുന്നിൽ പതറിപ്പോയ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. എന്നും ഡെമോക്രാറ്റുകളോട് ചായ്വ് കാണിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് പത്രം തന്നെ ഈ ആവശ്യം ഉന്നയിച്ച് അവർക്കിടയിലെ ആശങ്ക വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തുടർച്ചയായി നടത്തേണ്ടി വന്ന യാത്രകളുണ്ടാക്കിയ ക്ഷീണവും ഉറക്കക്കുറവുമാണ് ചതിച്ചത് എന്നാണ് ബൈഡന്റെ വിശദീകരണം. അനധികൃതമായി തോക്ക് സൂക്ഷിച്ചതിന് മകൻ ഹണ്ടർ കുറ്റക്കാരനാണെന്ന് ജൂറി വിധിച്ചതും ബൈഡന് വിനയാകും. എന്തായാലും അമേരിക്കൻ രീതി അനുസരിച്ച് ബൈഡൻ സ്വയം തീരുമാനിച്ചാലേ മാറേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഓഗസ്റ്റ് 19 മുതൽ 22 വരെ നടക്കുന്ന ഡെമോക്രാറ്റിക് ദേശീയ കൺവെൻഷനിൽ ബൈഡൻ വീണ്ടും സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെ വന്നാൽ വൈസ് പ്രസിഡന്റായ ഇന്ത്യൻ വംശജ കമല ഹാരിസ് തന്നെയായിരിക്കും മത്സര പങ്കാളി. ബൈഡൻ ഒഴിഞ്ഞാൽ മറ്റ് അത്ഭുതങ്ങളുണ്ടായില്ലെങ്കിൽ 59-കാരിയായ കമല പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയേക്കും. മുമ്പ് കാലിഫോർണിയയിൽ നിന്നുള്ള സെനറ്റർ എന്ന നിലയിലും അതിനു മുമ്പ് അറ്റോർണി എന്ന നിലയിലും തിളങ്ങിയിട്ടുള്ള കമല പക്ഷേ വൈസ് പ്രസിഡന്റായി അത്ര ശോഭിച്ചിട്ടില്ല. വിദേശ രംഗത്തെ ഇടപെടലുകളാണ് സാധാരണ വൈസ് പ്രസിഡന്റുമാരുടെ ഒരു പ്രധാന മേഖലയെങ്കിലും ആഗോളതലത്തിൽ അമേരിക്കയുടെ പകിട്ട് കുറയുന്നതിനാൽ മുൻഗാമികളെ പോലെ ശ്രദ്ധിക്കപ്പെടാൻ കമലയ്ക്ക് ആയിട്ടില്ല. എന്നാൽ പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന കിരാതമായ ആക്രമണം അമേരിക്കൻ ക്യാമ്പസുകളിലടക്കം പ്രതിഷേധം പടർത്തുന്നതിനാൽ UN-ൽ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കാൻ അമേരിക്ക തയ്യാറായത് അമേരിക്കയിലെ പുരോഗമന പക്ഷത്തിന്റെ പിന്തുണ ഡെമോക്രാറ്റുകൾക്ക് ഉറപ്പാക്കിയേക്കും.
2020 നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സോഷ്യലിസ്റ്റായ ബേണി സാൻഡേഴ്സും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന യുവതികൾ നയിക്കുന്ന പുരോഗമന പക്ഷവും അടിത്തട്ട് വരെ ഇറങ്ങി നടത്തിയ പ്രചാരണമാണ് ബൈഡന് വിജയം സമ്മാനിച്ചത്. എന്നിട്ടും ട്രംപിനേക്കാൾ 70 ലക്ഷം വോട്ട് മാത്രമാണ് ബൈഡന് അധികം കിട്ടിയത്. ട്രംപാകട്ടെ താൻ ജയിച്ച 2016 തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 1 കോടി വോട്ട് അധികം നേടി. കോവിഡ് നേരിടുന്നതിൽ ട്രംപ് ഭൂലോക തോൽവിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹത്തിന് ആ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അത്ഭുതമായിരുന്നു. വീടില്ലാത്തവരുടെ പ്രശ്നമടക്കം അവശേഷിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക രംഗം അല്പം മെച്ചമാണെന്നതും തൊഴിലില്ലായ്മ അത്ര പ്രശ്നമല്ല എന്നതും മറ്റും ഡെമോക്രാറ്റുകൾക്ക് ആശ്വാസമാണ്. എങ്കിലും ട്രംപിനെ പോലെ ഒരാളെ നേരിടാൻ അത് മതിയാവില്ല. 130 വർഷം മുമ്പ് തുടർച്ചയായല്ലാതെ 2ാം വട്ടം US പ്രസിഡന്റായ ഗ്രോവർ ക്ലീവ്ലൻഡിന്റെ നേട്ടത്തിനൊപ്പം എത്താൻ ഇത്തവണ ട്രംപിന് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്ലീവ്ലൻഡ് പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിലും വിജയിയേക്കാൾ വോട്ട് നേടിയെങ്കിലും ട്രംപ് വിജയിച്ചപ്പോഴും വോട്ടിൽ പിന്നിലായിരുന്നു. ഇലക്ടറൽ കോളേജിലെ വോട്ടാണ് 2016 ട്രംപിന് തുണയായത്. അമേരിക്കയിൽ ആര് പ്രസിഡന്റായാലും വിദേശ നയത്തിൽ കാര്യമായ മാറ്റമുണ്ടാവാറില്ല. എന്നാൽ ആഭ്യന്തര നയത്തിൽ അങ്ങനെയല്ല. ചികിത്സാ സൗജന്യങ്ങൾ, ഗർഭഛിദ്രാവകാശം, തോക്ക് നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ ജനപക്ഷ നിലപാട് ഡെമോക്രാറ്റുകൾക്കാണ്. മരണം വരെ തുടരാവുന്ന സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റായതിനാൽ ഈ വിഷയങ്ങളിൽ കോടതികൾ സ്വീകരിക്കുന്ന പിന്തിരിപ്പൻ നിലപാട് മാറ്റാൻ വിജയിച്ചാലും ഡെമോക്രാറ്റുകൾക്ക് സാധിക്കണമെന്നില്ല. നിലവിൽ 9 ജഡ്ജിമാരുള്ള സുപ്രീം കോടതിയിൽ 6 പേർ മുൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ നിയമിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ട്രംപിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധിയുണ്ടായതും ഇവരുടെ ഭൂരിപക്ഷത്തിലാണ്. ഈ സാഹചര്യത്തിൽ ട്രംപ് വീണ്ടും വരുമോ എന്നത് ലോകത്തിൻ്റെ ആശങ്കയല്ല, അമേരിക്കക്കാരുടെ ആശങ്കയാണ്. എന്തായാലും കഴിഞ്ഞ തവണ തോറ്റിട്ടും അധികാരം ഒഴിയാൻ വിസമ്മതിച്ച ട്രംപിൽ നിന്ന് ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കാനാവില്ല. എന്നിട്ടും അയാൾക്ക് വലിയ ആരാധകപ്പടയുള്ളതുകൊണ്ട് ട്രംപ് വീണ്ടും വന്നാൽ ഞെട്ടേണ്ടതുമില്ല.